തമിഴിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ DC എന്ന സിനിമയുടെ റിവ്യൂ ഒന്ന് പരിശോധിക്കാം. ലോകേഷ് കനകരാജ്, വാമിക ഗബ്ബി, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ മധേശ്വരൻ സംവിധാനം ചെയ്ത ഒരു വയലൻസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് DC. ദേവദാസ് എന്ന ഗ്യാങ്സ്റ്റർ കഥാപാത്രമായി ലോകേഷ് എത്തുമ്പോൾ ചന്ദ്രയായി വാമിക ഗബ്ബിയും പാർവതിയായി സഞ്ജന കൃഷ്ണമൂർത്തിയും വേഷമിടുന്നു. സിനിമയുടെ കഥാ പശ്ചാത്തലത്തെ പറ്റി നോക്കുകയാണെങ്കിൽ തന്റെ ഭൂതകാലത്ത് നിന്നുള്ള ഒരു സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോകുന്ന ദേവദാസ് എന്ന ഗ്യാങ്സ്റ്റർ സമാനമായ സാഹചര്യത്തിൽ പെട്ടുപോകുന്ന ചന്ദ്രയെ കണ്ടുമുട്ടുന്നതും പിന്നീട് അവർ ഒരുമിച്ച് അതിജീവനത്തിനായി പോരാടുന്ന സമയത്താണ് പോലീസുകാരാൽ തകർന്ന ഒരു നിഷ്കളങ്ക കുടുംബത്തെ അവർ കാണാനിടയാകുന്നത്. തുടർന്ന് ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നടത്തുന്ന യാത്രയിൽ അവർ നീതിയും പ്രായശ്ചിത്തവും മറന്നുള്ള പോരാട്ടത്തിനിറങ്ങുന്നു. ഇതാണ് DCയുടെ കഥാപശ്ചാത്തലം. എനിക്ക് ഈ ചിത്രം ഒരു ഡീസന്റ് വാച്ച് അനുഭവമാണ് സമ്മാനിച്ചിട്ടുള്ളത്. കുറച്ചധികം പോസിറ്റീവ്സും കുറച്ച് നെഗറ്റീവ്സും DC കണ്ടിരുന്നപ്പോൾ അനുഭവപ്പെട്ടു. അതെന്തൊക്കെയെന്നൊന്ന് പരിശോധിക്കാം. ഈ സിനിമ കുറച്ച് സ്ലോ ആയിട്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ പോകെ പോകെ വേഗത കൂടി ഇന്റർവൽ ടൈമിലൊക്കെ ഹൈ ടെൻഷൻ ബിൽഡ് ചെയ്താണ് നിർത്തുന്നത്. സെക്കൻഡ് ഹാഫും സ്റ്റാർട്ടിംഗിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ പതുക്കെ പതുക്കെ വേഗത കൂടി അവസാന അരമണിക്കൂറിൽ സീറ്റഡ് ത്രില്ലർ അനുഭവത്തിലേക്ക് വരെ സിനിമ എത്തുന്നുണ്ട്. ഇന്റർവൽ, പ്രീ ക്ലൈമാക്സ്, ക്ലൈമാക്സ് ഈ മൂന്ന് ഘടകങ്ങളും എടുത്തു വെച്ചിരിക്കുന്നത് നല്ല കിടിലനായിട്ടായിരുന്നു. തമിഴിൽ നിന്നും റൂറൽ ആക്ഷൻ വയലൻസ് സിനിമകളിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളതിൽ വെച്ച് ഒരു ഡീസന്റ് സിനിമയായി നമുക്ക് DCയെ വിലയിരുത്താം. സോ അതിനാൽ തന്നെ അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് DC ഒരു വർത്തുവാച്ച സിനിമയാണ്. ചിത്രത്തിൽ വയലൻസിന് കുറച്ചധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കണ്ടിരിക്കുമ്പോൾ കണ്ണടയ്ക്കാൻ തോന്നുന്ന തരത്തിലുള്ള വയലൻസും രക്തം തെറിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ വയലൻസ് സിനിമ ഇഷ്ടപ്പെടുന്നവരെയും DC നിരുത്സാഹപ്പെടുത്തില്ല. ഇനി ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയി തോന്നിയത് വാമിക ഗബ്ബിയുടെ പെർഫോമൻസ് ആയിരുന്നു. ആ കഥാപാത്രത്തിന്റെ സ്ലാങ്ങും അപ്പിയറൻസും ഇമോഷൻസും പിന്നെ ആരെയും പേടിയില്ലാത്ത ആ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടപ്പോൾ അറിയാതെ വാമികയുടെ ഫാൻ ആയതുപോലെ തോന്നി. ചിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ലോകേഷ് അവതരിപ്പിക്കുന്ന ദേവദാസ് എന്ന ക്യാരക്ടറാണ്. അദ്ദേഹം നല്ല കിടിലൻ പെർഫോമൻസ് സിനിമയ്ക്കുള്ളിൽ നൽകിയിട്ടുണ്ട്. പക്ഷെ ലോകേഷ് ആ ഒരു കഥാപാത്രം ചെയ്തതുകൊണ്ടാവണം എന്തോ ഒരു കുറവ് എനിക്ക് അനുഭവപ്പെട്ടു. എന്തോ ഒരു സ്വാഗവും മാസവും ഒക്കെ മിസ്സായതുപോലെ തോന്നി. കറക്റ്റ് ആയിട്ട് ആ ഒരു ഇമോഷൻസ് എനിക്ക് വർക്കായില്ല. കൃത്യമായി പറഞ്ഞാൽ വിക്രം വേദ എന്ന സിനിമയിൽ വിജയ് സേതുപതി അവതരിപ്പിച്ച വേദ എന്ന കഥാപാത്രം പോലെ എത്തേണ്ട ഒരു കഥാപാത്രമായിരുന്നു ദേവദാസും. എന്നാൽ ലോകേഷ് അതിനായി ശ്രമിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. അതേസമയം പാർവതിയായി എത്തിയ സഞ്ജന കൃഷ്ണമൂർത്തിയും മറ്റു കഥാപാത്രങ്ങളും പ്രത്യേകിച്ച് പോലീസ് അടക്കമുള്ള കഥാപാത്രങ്ങൾ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന പോസിറ്റീവ് അനിരുദ്ധിന്റെ മ്യൂസിക് ആണ്. അത് നല്ല കിടിലൻ വർക്കായി തന്നെ അനിരുദ്ധ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇടയിലൊക്കെ കുറച്ച് ക്ലാസിക് ഐറ്റങ്ങളൊക്കെ പടച്ചു വെച്ചേക്കുന്നത് വേറെ ലെവൽ ഫീൽ ആണ് തിയേറ്ററിനുള്ളിൽ സമ്മാനിക്കുന്നത്. അരുൺ മധേശ്വരന്റെ സംവിധാന മികവിനെ പറ്റിയും എടുത്തു തന്നെ പറയണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽ ടച്ചുകളും റിയലിസ്റ്റിക് ആയിട്ടുള്ള മേക്കിങ്ങും അങ്ങേയറ്റം വയലൻസ് നിറഞ്ഞ റോ ആൻഡ് റസ്റ്റി പശ്ചാത്തലവും എല്ലാം തന്നെ പുതിയൊരു തിയേറ്ററിക്കൽ അനുഭവം സിനിമയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇനി നെഗറ്റീവ് വശങ്ങളിലേക്ക് വന്നാൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള തിരക്കഥ സിനിമയിലെ എൻഗേജിംഗ് ഫാക്ടറിന് കുറച്ച് കോട്ടം തട്ടിയിട്ടുണ്ട്. അതിര് കടന്ന വയലൻസും രക്തച്ചൊരിച്ചിലും ചിലപ്പോൾ സാധാരണ പ്രേക്ഷകനെ അല്പം മടിപ്പിച്ചേക്കാം. അതുപോലെ പ്രണയകഥയുടെ പരമ്പരാഗത രീതികളിൽ നിന്നും മാറി ഡാർക്ക് ഗ്യാങ്സ്റ്റർ പശ്ചാത്തലത്തിലേക്ക് മാറ്റിയത് ചിലർക്ക് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിലെ വേൾഡ് ബിൽഡിംഗും സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിലേക്ക് എത്താനുള്ള തിരക്കഥയിലെ എഴുച്ചിലുകളും അല്പം ലാഗ് അനുഭവം സമ്മാനിക്കുന്നുമുണ്ട്. ആകെ മൊത്തത്തിൽ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ അനുഭവമാണ് DC എനിക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും റിവ്യൂസിനുമായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.